ഓവർസീസ് എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽസ് ആണ്. ഏത് കൺട്രി എടുക്കുകയാണെങ്കിലും നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് USA, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇത് എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഏരിയയിൽ നമുക്ക് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ മാറ്റ് ഗ്ലോബൽ സ്റ്റഡി അബ്രോഡ്, മാറ്റ് ഗ്ലോബൽ പ്ലസ് എന്നുള്ള പേരിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ മാറ്റ് ഗ്ലോബൽ പ്ലസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽസിന്റെ കേസിൽ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ലോൺ അവെയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. നമുക്ക് മെയിനായിട്ടൊന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ട് ലോൺ അവെയിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്തൊരു ഓപ്ഷനും കൂടിയാണ്. നമ്മൾ പ്രോപ്പർട്ടി ഒന്നും എന്ത് ചെയ്യണ്ട, കൊളാറ്ററൽ ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്ലഡ് റിലേഷനിൽ പെട്ട ഒരാളെ നമ്മളൊരു ഫൈനാൻഷ്യൽ കോപ്ലിക്കൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് അവരുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവർ സാലറീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, അതല്ലെങ്കിൽ ഓൺ ബിസിനസ് റൺ ചെയ്യുന്ന ആളുകളായിരിക്കണം. ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 40,000 50,000 രൂപ വരെ സാലറി കിട്ടുന്ന ആളുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവർ ഓൺ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. GST രജിസ്റ്റേഡ് ആയിട്ടുള്ള ITR ഒക്കെ ഫയൽ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഈസിയാണ് അത് വർക്ക്ഔട്ട് ചെയ്യാൻ. പിന്നീട് ഇതിൽ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമ്മൾ എവിടേക്കും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടിൻ്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോണ് അവെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്ന കോപ്ലിക്കൻറ്റിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് 1 CR വരെ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോണ് അവെയിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവരുടെ KYC ഡോക്യുമെൻറ്റ്സും ഒരു 6 മന്തിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു 3 മന്ത്സിൻ്റെ പേ സ്ലിപ്പ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൽ ബേസിക്കലി എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ മാറ്റ് ഗ്ലോബൽ പ്ലസുമായിട്ട് സ്റ്റുഡൻറ്റ് കണക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് അയച്ചു തരുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടീം എന്ത് ചെയ്യും, അത് ഓൺലൈനിൽ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അവരുടെ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കും. ഇത് രണ്ടും കൂടാണ്ട് നമുക്ക് കോപ്ലിക്കൻ്റോ കൊളാറ്ററലോ ഇല്ലാണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസും അവിടെയുള്ള കോഴ്സസും സ്റ്റുഡൻറ്റിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 730, 740 സിബിൽ സ്കോർ ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാനുള്ള പോസിബിലിറ്റീസും ഇന്ന് അവൈലബിൾ ആണ്.